ഓണാവധിയൊക്കെ വരുമ്പോൾ നാട്ടിൽ പോകാന്നുള്ളതൊരു ഒരു പ്രത്യേക ഫീലാല്ലേ. എനിക്ക് കുട്ടിക്കാലത്തൊന്നും ഇങ്ങനെയൊന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ടായില്ല. പക്ഷേ ഇപ്പം ഇങ്ങനെ ഓണം വരിക വിഷു വരിക എന്നൊക്കെ പറഞ്ഞാൽ നല്ല കാത്തിരിപ്പാണ്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോവുക, വീട്ടിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുക, അതൊക്കെ ഒരു രസമായിട്ട് ഇപ്പോൾ തോന്നുക കേട്ടോ. ഏട്ടൻ ഞങ്ങൾ കോതമംഗലത്ത് നിന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് സീറ്റ് തന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 7 മണി നേരത്ത് 8:10 ട്രെയിൻ പറഞ്ഞത്. അപ്പോൾ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങളൊക്കെ ഒന്ന് റെഡി ആവാന്ന് കരുതി ഒന്ന് കംഫർട്ട് റൂമിലൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ കുടുംബെങ്കിലും നല്ല അലമ്പായിരുന്നു കേട്ടോ. പറയണ്ടല്ലോ പിന്നെ ദീപുവിൻ്റെ കാര്യം. മൂന്നും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ കഥ തീർന്ന്. മറ്റേ ജിലേബി സിനിമ പോലെയാണ് ഞങ്ങളുടെ വീട്. അത് കഴിഞ്ഞിട്ട് ഇതാ വന്ദേ ഭാരത് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതൊക്കെ ഒന്ന് കണ്ട് കുടുംബെങ്കിലും ഇതിനെ അടുത്തുനിന്ന് അധികം കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ട്രെയിനിൽ കയറിയപ്പോൾ കുട്ടികൾ കൂടുതലായതുകൊണ്ട് തന്നെ സീറ്റ് നമുക്ക് ബാക്കിയുള്ളവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. പിന്നെ സീറ്റ് കിട്ടിയപ്പോൾ ഓഫ് കോഴ്സ് തീറ്റ സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് ഓരോന്നോരോന്നായി തിന്നെയാണ്. തിന്നുന്നതിനനുസരിച്ച് കളിയും ചീരിയും വർത്താനൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴേക്കും ഷൊർണൂർ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ടയേർഡായിട്ടോ. പിള്ളേർ കുറേ അലമ്പ് കാട്ടിയിട്ട് അവർക്ക് ക്ഷീണമായി. അങ്ങനെ പിന്നെ എല്ലാവരും കിടന്നങ്ങ് ഉറങ്ങി. അപ്പോഴാണ് ഞങ്ങൾക്കൊന്ന് ആശ്വാസമായത്. ഈ 3 നോക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 10 നോക്കുന്ന പോലെയാണ്. എൻ്റെ അമ്മച്ചു ഇത് 3 ഒരേപോലെ ആയത് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. അത് കഴിഞ്ഞ് ഇതാക്കിയിൽ ഒരു ഉറക്കം എഴുന്നേറ്റിട്ടുണ്ട്. ഇനി ബാക്കി ഇതിൻ്റെ വീഡിയോ അടുത്തതായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.